സാധാരണ ഒരു ബസ് കണ്ടക്ടർ ആയിട്ടുള്ള ജീവിതം അവിടെ നിന്ന് ഇന്ത്യയുടെ ഒരു സ്റ്റാർ ഐക്കണായി മാറുന്നു. യെസ്, ദ ജേർണി വാസന്റ് ഈസി, ഇറ്റ് വാസ് റിയലി ടഫ്, ബട്ട് ഇറ്റ്സ് എ റിമൈൻഡർ ദാറ്റ് ഡ്രീം ഹാസ് നോ ലിമിറ്റ്സ്. യെസ്, രജനികാന്ത്, സൂപ്പർ സ്റ്റാർ രജനികാന്ത്, ആളുടെ 75ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. ആൻഡ് രജനികാന്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, തമിഴ് സിനിമകൾ ഞാൻ കണ്ടു തുടങ്ങിയത് വിജയ് രജനികാന്ത് സിനിമകളാണ് തിയേറ്ററിൽ പോയിട്ട്. ആൻഡ് ഇവരുടെയൊക്കെ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ എന്തോ ആവട്ടെ, പ്രത്യേകിച്ച് ഞാൻ രജനീകാന്തിന്റെ പറയും, സിനിമ എങ്ങനെ വേണമെങ്കിലും ആവട്ടെ, അതിന്റെ ഇത് ചിലപ്പോൾ നമുക്ക് വർക്ക് ആവില്ല, ചിലപ്പോൾ വർക്ക് ആവും, എന്തൊക്കെ പറഞ്ഞാലും രജനീകാന്ത്, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്നുള്ള ആ ടൈറ്റിൽ കാർഡ് കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും അതേ ഫീൽ ആയിരിക്കും. ഇത് പെർട്ടിക്കുലർലി തമിഴ്നാടു ആൻഡ് കേരള, നമ്മളൊരു രജനീകാന്ത് സിനിമ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടും അതിലെ എന്റർടൈൻമെന്റ് പരിപാടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് അതിൽ ഭയങ്കരമായിട്ടുള്ള കോണ്ടന്റ് ഡ്രിവൺ പരിപാടി ഉണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടല്ല. പക്ഷേ രജനീകാന്ത് സിനിമ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ ഫീൽ തന്നെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വന്ന കൂലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അത് കാണാൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലും അതിന്റെ തുടക്കത്തിൽ ആ ഒരു ക്രെഡിറ്റ് സീനൊക്കെ കാണിക്കുന്ന സമയത്ത് ആ കിട്ടുന്ന ഫീല്, ഒരു 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 പാക്ഡ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ കൂടെ രജനീകാന്ത് സിനിമ കാണുക പറയുന്നതിന്റെ ഒരു ഫീല് അത് വേറെ തന്നെയാണ്. എന്തായാലും ആളുടെ 75th ബർത്ത്ഡേ ആണ്. സ്റ്റൈലിഷ് കുറെ ക്യാരക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് സൺ പിക്ചേഴ്സ് എല്ലാ വർഷത്തെ പോലെ സൺ പിക്ചേഴ്സ് ഒരു വീഡിയോ യൂട്യൂബിൽ ഇറക്കിയിട്ടുണ്ട്. ഐ തോട്ട് ഓഫ് റിയാക്ടിങ് ദാറ്റ്. രജനീകാന്തിന്റെ ഹാപ്പി ബർത്ത്ഡേ രജനീകാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു കമ്പൈൻഡ് വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. நான் யானை இல்லை, குதிரை டக்குன்னு எந்திருப்பேன். நான் எந்திரிச்சேன், ஆனா ஓட வச்சது நீங்க. பார்த்தாங்க என்னடா இந்த குதிரை ஓடிட்டே இருக்கு 10 வருஷம் பார்த்தாங்க, 20 வருஷம் பார்த்தாங்க, 30 வருஷம் பார்த்தாங்க, 40 வருஷம் ஓடிட்டே இருக்கு. எனக்கு வந்த எதிர்ப்பு, வெறுப்பு, அதிலிருந்து வந்த அந்த நெருப்பு, அந்த நெருப்பிலிருந்து வளர்ந்த செடி இந்த ரஜினிகாந்த். இன்னுமா என்ன தெரியல, தீ விடுவேன். இத பாருக்கண்ணா, நாம சொல்றதான் செய்றோம், செய்யறதான் சொல்றோம். ஸ்டைல் கம்மி. இது எப்படி இருக்கு? எல்லாருக்கும் உன்னையே பிடிச்சிருக்கு தெரியுமா? யூ ஃபீல் அப்படின்னா என்ன ஃபீல்? எனக்கு வந்து நம்ம கதையால அதை சுருட்டு போட்டு அப்படியே நடக்கும் போதே அவட சடக்கு அந்த 10 வச்சுட்டு எல்லாம் வண்டி போடுறான். நம்ம ஏரியாவில் நம்ம தான் கிங்கு. இது 1950 மாடலு, பல லட்ச கிலோமீட்டர் ஓடி இருக்கு. யார் என்ன சொன்னா கூட என் ரூட் நான் போயிட்டே இருக்கேன். கஷ்டப்படாம எதுவும் கிடைக்காது, கஷ்டப்படாம கிடைக்கிறது. பாத்தியா படையப்பனுடைய படைய மிதிக்கணும் சொல்றோம், மேல மிதிச்சு நம்ம மேல போறோம். என்ன பாக்குற? சும்மா அதிரதுல அதான் நம்ம பண்ணோம். ഞാൻ ആലോചിക്കാതെ ഈ സംഭവം കാണുമ്പോൾ പോലും അനിരുദ്ധിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എത്രയാന്നുള്ളത്, രജനീകാന്ത് സിനിമകളൊന്നും എലിവേറ്റ് ചെയ്യാനുള്ള ഒരു സ്കോറൊക്കെ കൊടുത്തിട്ട്. ഇപ്പൊ എന്റെ ഫേവറേറ്റ് സിനിമയാണ് പേട്ട. അത് എന്തുകൊണ്ട് ഇപ്പൊ അടുത്തിറങ്ങിയാൽ തന്നെ ഏറ്റവും ഫേവറേറ്റ് പേട്ട. ജയിലറിനെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ എന്ന് പറഞ്ഞാൽ പേട്ടയാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്കോർ ആവട്ടെ, അതിന്റെ മൊത്തത്തിലുള്ള പരിപാടി ആവട്ടെ, അതൊരു ഫീൽ ആയിരുന്നു പേട്ട കാണുമ്പോ കേട്ടോ. മറ്റേ പേട്ടയും പാറാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ I mean, വേറെ ഫീൽ ആയിരുന്നു. മറ്റേ മരണോ മസ്സുമാരോ അല്ല, ഞാൻ തിയേറ്ററിൽ നമ്മൾ ഫസ്റ്റ് ഡേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഓക്കേ ഇത് താണ്ടാ നമുക്ക് വേണ്ടത്, ആ ഒരു ഫീല്.
പിന്നെ കൂലിയാണെങ്കിൽ പോലും കൂലിയിൽ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ആ ഫ്ലാഷ് ബാക്ക് സീൻ ഉണ്ടല്ലോ, അവിടെ മറ്റേ ആ തലൈവ ഇറങ്ങട്ടുമേ ആ ഒരു ഭാഗം വരുമ്പോ തന്നെ ഉള്ളിലിരിക്കുമ്പോ ഒരു ഫീലാണ്. കയ്യടിച്ച് നമുക്ക് കയ്യടിച്ചും വിസിലടിച്ചും കാണാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു കുറച്ച് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇത് മാത്രമാണ് മൊത്തത്തിലുള്ള പരിപാടി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടാവുമായിരുന്നു എന്നുള്ള. സൺ പിക്ചേഴ്സ് ഒരിക്കലും എന്താ പറയാ കോംപ്രമൈസ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് രജനീകാന്തിന്റെ ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറയുമ്പോൾ സൺ പിക്ചേഴ്സിന്റെ സ്പെഷ്യൽ ഡേ പോലെയാണ്. കാരണം സൺ പിക്ചേഴ്സ് മാരൻ കലാനിധി മാരൻ എപ്പോഴും രജനീകാന്തിന് വേണ്ടി പടെടുക്കുന്ന പോലെയാണ് ആള് പടെടുക്കാറ്. പിന്നെ ആള് പറഞ്ഞിട്ടുണ്ട് ആളുടെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആണ്. ആള് കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു ഹ്യൂമൻ ബീങ് രജനീകാന്ത് ആണെന്നുള്ളത് കൂലിയുടെ മറ്റേ ഇവന്റില് ട്രെയിലർ ലോഞ്ച് ഇവന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ ഒരു സിംപ്ലിസിറ്റി കാര്യങ്ങളൊക്കെ കുറിച്ച്. ആൻഡ് അത് നമുക്ക് കണ്ടറിയാം ആള് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഓക്കെ രജനീകാന്ത് പ്യുവർ ഫാനാണ് കലാനിധി മാരൻ എന്നുള്ളത്. ആൻഡ് ഇനി വരാൻ പോകുന്നത് ജയിലർ 2 ആണ്. നമ്മുടെ ലാലേട്ടനൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, കുറെ ആക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി നല്ല ഹോപ്പാണ് സിനിമയ്ക്കുള്ളത്. ഒന്നാമത് ഫസ്റ്റ് പാർട്ട് ഒരു വലിയൊരു മാസ് പരിപാടിയായിട്ട് നിൽക്കുന്ന സമയത്ത് അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെന്റും ഒരുപാട് കാത്തിരിപ്പാണ് സിനിമയ്ക്കുള്ളത്. ആൻഡ് ലാലേട്ടന്റെ ആ ഒരു കുറച്ച് നേരത്തെ വേഷത്ത് കുറച്ചും കൂടെ നേരം ഉണ്ടാവണേ എന്നുള്ളതൊക്കെ ജയിലർ 2 ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ എഗെയിൻ സ്ക്രീൻ സ്പേസ് കുറച്ച് ലിമിറ്റഡ് തന്നെ ആയിരിക്കും, കാരണം അത്രയും ആക്ടേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ആൻഡ് രജനീകാന്താണ് സെൻട്രൽ ആയിട്ടുണ്ടാവുക. അപ്പൊ രജനീകാന്തിന് കൊടുത്തിട്ടേ ബാക്കി എന്തും സിനിമയിൽ കൊടുക്കൂ ഡെഫിനറ്റ്ലി. അപ്പോ എനിവേസ് വിഷിംഗ് ഹിം ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ആൻഡ് ഒരുപാട് എന്താ പറയാ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. ഒരുപാട് അടിപൊളി പടങ്ങൾ ഇനി വരട്ടെ. നമ്മൾ രജനീകാന്തിന്റെ പടം ഞാൻ പറഞ്ഞല്ലോ, പടം കാണാന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ ഒരു എന്റർടൈൻമെന്റ് പടം കാണുമ്പോൾ അതിന്റെ ഫീൽ വേറെ തന്നെ. നമ്മളെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് പ്യൂർ ആയിട്ട് ഒരു ലോജിക് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഇരുന്ന് കാണുന്നു, എൻജോയ് ചെയ്യുന്നു. കാരണം ഞാൻ മസാല മാസ് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പടങ്ങൾ വരുമ്പോൾ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് കൈയടിച്ച് അടിപൊളിയാക്കും. എന്നാലും എനിക്ക് ആ കട്ട് ഇഷ്ടപ്പെട്ടു, മറ്റേ വീഡിയോ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അനിരുദ്ധിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നല്ല വൃത്തിക്ക് അതിൽ കാണുന്നുണ്ട്. അനിരുദ്ധ് വർക്ക്സ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ രജനീകാന്തിന്റെ ബർത്ത്ഡേ രജനീകാന്ത് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.